വനഭൂമിയിൽ നിന്നുകൊണ്ടാണ് പ്രകൃതിയുടെ മനോഹാരിത വിനോദസഞ്ചാരികൾ ആസ്വദിക്കുന്നത്. എന്നാൽ അതിനും കുത്തകകൾക്ക് പണം നൽകണം. നെല്ലിയാമ്പതിയിലെത്തുന്നവർ സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാതെ മടങ്ങാറില്ല. പർവ്വതത്തിന് മുകളിൽ നിന്നും താഴെ കാണുന്ന പച്ചവിരിച്ച പാടങ്ങളും അരുവികളും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ്. എന്നാൽ സീതാർകുണ്ടിലെത്തണമെങ്കിൽ പോപ്സൺ ഗ്രൂപ്പിന്റെ കരുണ പ്ലാന്റേഷനിലൂടെ പോകണം. കരുണ പ്ലാന്റേഷനിൽ വാഹനം നിർത്തുന്നതിനാണ് പോപ്സൺ പണം വാങ്ങുന്നത്. സർക്കാരിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്കോ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ആരുടെയും അറിവോ അനുമതിയോ കൂടാതെ നടത്തുന്ന ആ ഒരു പണപ്പിരിവ് പൂർണ്ണമായിട്ടും അത് ശക്തമായിട്ട് നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ്. കരുണ പ്ലാന്റേഷനിലൂടെ കടന്ന് വനഭൂമിയിലെത്തിയാണ് കാഴ്ചകൾ കാണുന്നത്. സീതാർകുണ്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തു തന്നെ പോപ്സൺ ചെക്ക് പോസ്റ്റും സ്ഥാപിച്ചിട്ടുണ്ട്. കരുണ പ്ലാന്റേഷൻ വനഭൂമിയാണെന്നും അല്ലെന്നുമുള്ള തർക്കം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രഹസ്യമായി പോപ്സൺ ഗ്രൂപ്പിന് കരുണ പ്ലാന്റേഷൻ പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി തീരുമാനം റദ്ദു ചെയ്തത്. കരുണ പ്ലാന്റേഷൻ പോപ്സണ് നൽകിയാൽ സീതാർകുണ്ട് കാണുന്നതിന് അവർ പറയുന്ന പണം നൽകേണ്ടി വരും. കരുണ പ്ലാന്റേഷനിൽ പോപ്സൺ സ്ഥാപിച്ച കടയിൽ നിന്നും പോപ്സൺ ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകുന്നത് ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികൾ മൂലമാണ്. വിനോദസഞ്ചാരികളിൽ നിന്ന് പണം പിരിക്കുന്നത് തടയുന്നതിനുള്ള ഒരു നടപടിയും ഇതുവരെ അധികൃതർ സ്വീകരിച്ചിട്ടില്ല. നെല്ലിയാമ്പതിയിൽ നിന്ന് ക്യാമറമാൻ ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1.